സംവിധായകൻ രഞ്ജിത്ത് എറണാകുളം സബ് ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നടിയുടെ ലൈംഗിക പീഡന പരാതിയെ തുടർന്നാണ് രഞ്ജിത്ത് ഇന്നലെ തൊടുപുഴയിൽ നിന്ന് അറസ്റ്റിലാകുന്നത്. തുടർന്ന് വൈദ്യപരിശോധനയൊക്കെ നടത്തി ഇങ്ങോട്ട് കൊണ്ടുവന്ന് പിന്നീട് അദ്ദേഹത്തെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. ഈ മാസം 13 വരെ റിമാൻഡിലാണ് രഞ്ജിത്ത്. അങ്ങനെ കോടതിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ജാമ്യാപേക്ഷ ഇന്ന് തന്നെ പരിഗണിക്കുമെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത്. ഗോപിക അരവിന്ദ് വിവരങ്ങൾ നൽകും. ഗോപിക, വളരെ നാടകീയമായ സംഭവവികാസങ്ങൾക്ക് ശേഷമാണ് ലൈംഗിക അതിക്രമ കേസിൽ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യുന്നതും പിന്നീട് മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുന്നതും റിമാൻഡിലാകുന്നതുമൊക്കെ. എന്നാലും അതിനൊടുക്കം ഇന്ന് തന്നെ ജാമ്യ ഹർജി കൂടെ പരിഗണിക്കുന്നുണ്ട്. വലിയ പ്രതീക്ഷ രഞ്ജിത്തിന്റെ അഭിഭാഷകൻ വെച്ചു പുലർത്തുമ്പോൾ ഇതുമായി യാതൊരു ബന്ധവുമില്ല, വ്യാജ പരാതിയാണ് എന്ന് മുൻ വർഷങ്ങളിലൊക്കെ ആവർത്തിച്ചതുപോലെ തന്നെയാണ് ഇപ്പോഴും അഭിഭാഷകൻ പറയുന്നത്. എപ്പോഴാണ് ഈ ഒരു ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുക? ജിൽസി, എന്തായാലും നാടകീയമായ സംഭവങ്ങൾക്ക് ശേഷമാണ് രഞ്ജിത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതിനുശേഷം ഇപ്പോൾ ഇന്ന് മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കുകയും ഇതിനെ തുടർന്ന് റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അല്പസമയം മുൻപ് രഞ്ജിത്തിനെ എറണാകുളം സബ് ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു. എന്നാൽ രഞ്ജിത്തിന്റെ അഭിഭാഷകൻ ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ജാമ്യാപേക്ഷയ്ക്കും ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ഇന്ന് തന്നെ പരിഗണിക്കാൻ വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട്. അത് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോട് കൂടി തന്നെ ഈ കേസ് പരിഗണിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ SIT ഇതിനെതിരെ രഞ്ജിത്തിന്റെ ജാമ്യ ഹർജിക്കെതിരെ SITയും അതിനെതിരെയുള്ള റിമാൻഡ് റിപ്പോർട്ടും മറ്റു കാര്യങ്ങളും ജാമ്യാപേക്ഷയ്ക്കെതിരായ റിപ്പോർട്ടും തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും പറയുന്നത് രഞ്ജിത്തിനെതിരെ കൃത്യമായ തെളിവുകൾ ഉണ്ടെന്നാണ് ഈ അന്വേഷണ സംഘം പറയുന്നത്. ഇത് കൂടാതെ തന്നെ അവർ ഈ എതിർക്കാനായി ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ എന്തെന്നാൽ ഈ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ടത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാണ്. ഇതിൽ കൃത്യമായ കസ്റ്റഡിയിൽ ഇന്നലെ രാത്രിയാണ് തൊടുപുഴയിൽ വെച്ച് 10 മണിയോട് കൂടി അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ഇതിനെ തുടർന്ന് 1:30 കൊച്ചിയിൽ എത്തിക്കുകയും ഇതിനെ തുടർന്ന് രഞ്ജിത്തിനെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ജനറൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയുമാണ് ചെയ്തത്. അപ്പോൾ കൃത്യമായ ഒരു ചോദ്യം ചെയ്യലിനോ വിശദമായ ഒരു ചോദ്യം ചെയ്യലിന് സമയം ലഭിച്ചിട്ടില്ല എന്നും SIT ഇന്ന് ഈ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അറിയിക്കും. എന്തായാലും രഞ്ജിത്തിന്റെ ജാമ്യവുമായി സംബന്ധിച്ച് എന്തായാലും നിർണായകമായ ദിവസമാണ്. കാരണം വരുന്ന 2 ദിവസങ്ങൾ പൊതു അവധിയാണ്. അപ്പോൾ ഇന്ന് തന്നെ ഇത് പരിഗണിച്ച് ഇതിനൊരു തീർപ്പുണ്ടാക്കാൻ തന്നെയാണ് കോടതി അഭിഭാഷകൻ രഞ്ജിത്തിന്റെ ഭാഗവും അതുപോലെ തന്നെ SITയും നീങ്ങുന്നത്. കാരണം SITയെ സംബന്ധിച്ചിടത്തോളം 2 ആഴ്ചത്തേക്കാണ് റിമാൻഡ് കാലാവധി ഉള്ളത്. അപ്പോൾ ഇതിന് തന്നെ കസ്റ്റഡി അപേക്ഷയും നൽകേണ്ടതുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു വിശദമായ ചോദ്യം ചെയ്യലിനാണ് SIT ഒരുങ്ങുന്നത്. ഇത് കൂടാതെ തന്നെ ഈ റിമാൻഡ് റിപ്പോർട്ടിലെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഈ സംഭവം നടന്നിട്ടുള്ളത് ജനുവരി 30-നാണ്. ഇത് ഫോർട്ട് കൊച്ചിയിലെ ഈ ചിത്രീകരണം, രഞ്ജിത്തിന്റെ തന്നെ സിനിമയുടെ ചിത്രീകരണ വേളയിലാണ് ഇത്തരത്തിലുള്ള ഒരു ലൈംഗിക അതിക്രമം നടക്കുന്നത്. കാരവാനിൽ വെച്ചായിരുന്നു ഇത്തരത്തിൽ മോശമായി യുവനടിയോട് പെരുമാറിയത്. അറസ്റ്റിലേക്ക് കടന്നത് അതിജീവിതയുടെ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിലാണെന്നും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഇത് കൂടാതെ തന്നെ രഞ്ജിത്തിന് മുൻപ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ 2 കേസുകൾ ഉണ്ടായിരുന്നു. അതും ഈ കേസുമായി ബന്ധപ്പെട്ട് SIT അതുമായി ബന്ധപ്പെട്ടുള്ള പരാമർശവും പോലീസിന്റെ ഈ റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. ഇതുകൂടാതെ തന്നെ സമാനമായ കേസുകൾ ഉണ്ടായിരുന്നു. അതായത് ആദ്യം ഈ ബംഗാളി നടി ഉൾപ്പെടെ നൽകിയ ഒരു കേസും അതിനുശേഷം കോഴിക്കോടുകാരനായ ഒരു പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കേസും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സമാന കുറ്റവാളിയാണ് രഞ്ജിത്ത് എന്നുള്ളതാണ് SIT ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടായിരിക്കും ഇന്ന് കസ്റ്റഡി അപേക്ഷയ്ക്ക് പോലീസ് നൽകുക. കാരണം ഇതിൽ വിശദമായ ഒരു ചോദ്യം ചെയ്യൽ ആവശ്യമാണ് എന്നാണ് അന്വേഷണ സംഘം ഇന്ന് എന്തായാലും കോടതിയെ അറിയിക്കും. ഇത് കൂടാതെ തന്നെ ഈ രഞ്ജിത്തിന്റെ വാദം എന്തെന്നാൽ ഇതൊരു കെട്ടിച്ചമച്ച കേസാണ്. ഇത് കൂടാതെ തന്നെ ഇത് കഴിഞ്ഞ 2 മാസം മുൻപ് നടന്നൊരു കേസാണ്. അപ്പോൾ ഇതിൽ ഒരു കൃത്യമായ കാലതാമസം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു കാലതാമസം വരുന്നത് ഇതൊരു വ്യാജമായ പരാതിയാണ്. കൂടാതെ തന്നെ രഞ്ജിത്ത് മുൻപ് 2 കേസുകളിലും ഇതേ ആരോപണം തന്നെയായിരുന്നു ആവർത്തിച്ചിരുന്നത്. അത് ബംഗാളി നടിയുടെ പരാതിയിലാണെങ്കിലും മറ്റൊരു യുവാവിന്റെ പരാതിയിലാണെങ്കിലും ഈ കാലതാമസം എന്നുള്ളത് നേരത്തെയും ചൂണ്ടിക്കാട്ടിയ ഒരു കാലമായിരുന്നു. ഇപ്പോൾ കാലതാമസം എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നുമില്ല, ജനുവരിയിൽ നടന്ന കേസാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു വാദം കൂടി അംഗീകരിക്കപ്പെടുമെന്ന് കാണേണ്ടതുണ്ട്. അത് തീർച്ചയായും ജിൽസി. പക്ഷേ ഈ 2 കേസുകളും ഈ 3 കേസുകളെ സംബന്ധിച്ച് ഇതൊരു വ്യത്യസ്തമായ സാഹചര്യമാണ്. കാരണം ആദ്യ 2 കേസുകളും വന്നിരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ കുറച്ചു കാലം ഇതിൻ്റെ തെളിവ് ശേഖരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്ന് നടത്തിയ അന്വേഷണ സംഘത്തിന് ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. ഇത് കൂടാതെ തന്നെ ഈ ആദ്യ കേസിൽ പരാതിക്കാരി തന്നെ പിൻവലിയുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ 2ാമത്തെ കേസുകളിൽ ഇതിൽ ചില കാലതാമസം കൂടാതെ തന്നെ ചില സാങ്കേതിക പ്രശ്നങ്ങളോ എല്ലാം തന്നെ കോടതി ഉന്നയിച്ചുകൊണ്ടായിരുന്നു ആ കേസിൽ
പോലും രഞ്ജിത്ത് രക്ഷപ്പെട്ടത്. പക്ഷേ ഈ കേസ് അങ്ങനെയല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം മലയാള സിനിമാ ചിത്രീകരണം അതിൻ്റെ ഷൂട്ടിംഗ് ഇടങ്ങളിലെല്ലാം തന്നെ കൃത്യമായ ICC രൂപീകരിക്കണമെന്നും കംപ്ലൈൻറ്റ് സെല്ലുകൾ രൂപീകരിക്കണമെന്നും കൂടാതെ തന്നെ ഇതിൽ ആരോപണ വിധേയൻ എന്ന് പറയുന്നത് ഒരു സിനിമയുടെ തലവൻ എന്ന് പറയുന്ന സംവിധായകൻ തന്നെയാണ്. അപ്പോൾ ഇത് കൃത്യമായി ഇത്തരത്തിലൊരു ICC രൂപീകരിക്കണമെന്നതും ഇത്തരത്തിൽ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ തന്നെ അവിടെ ആദ്യം റിപ്പോർട്ട് കംപ്ലൈൻറ്റ് രേഖപ്പെടുത്തണമെന്നും പോഷ ആക്ട് പ്രകാരം അതിൽ നടപടി വേണമെന്നും ഒരു നിയമമുണ്ട്. അപ്പോൾ ഇത് കൃത്യമായി പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു പ്രശ്നം കൂടി ഈ കേസിലുണ്ട്. കാരണം ഇത് ജനുവരി 30-നാണ് ഈ റിമാൻഡ് റിപ്പോർട്ട് പ്രകാരം ജനുവരി 30-നാണ് സംഭവം നടന്നതെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 മാസമായി. അപ്പോൾ ഈ അതിജീവിതയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള മാനസിക സംഘർഷം ഉണ്ടാവുകയും ഇതിനെ തുടർന്ന് ഇവർ കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതിന് ശേഷമാണ് അവരുടെ ഒരു ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി ഓക്കെ ആയതിനു ശേഷമാണ് ഇവർ കഴിഞ്ഞ ദിവസം പോലീസിനെ അവരുടെ ഒരു വ്യക്തിബന്ധം ഉപയോഗിച്ചുകൊണ്ട് അവർ പോലീസിൽ ഇത് മൊഴി നൽകുന്നതും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസിൽ നൽകുന്നത്. അപ്പോൾ വ്യക്തമായ തെളിവും കാര്യങ്ങളും ഉണ്ടെന്ന് തന്നെയാണ് SIT ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 കേസുകളിൽ രക്ഷപ്പെട്ട ഒരു സാധ്യത രഞ്ജിത്തിന് ഈ കേസിൽ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം തന്നെ ഈ രഞ്ജിത്ത് തന്നെ കഴിഞ്ഞ ഈ ആശുപത്രി ഡോക്ടർ തൻ്റെ ആരോഗ്യനില പ്രശ്നമുണ്ടെന്ന് പറഞ്ഞപ്പോഴും രഞ്ജിത്ത് തന്നെയാണ് താൻ നിയമപരമായി നേരിട്ട് കൊള്ളാം ഇതിനെ എന്ന് പറഞ്ഞത്. അപ്പോൾ രഞ്ജിത്ത് ഇതിനെ നിയമപരമായി നേരിടാൻ തന്നെയാണ് മുതിരുന്നതെങ്കിൽ പോലും ഇതിൽ കൃത്യമായ തെളിവുകളുണ്ട്. കാരണം ഈ കാരവാനിൽ ഉൾപ്പെടെ CCTV വെക്കണം എന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമെല്ലാം തന്നെ ഒരു നിയമം നിലവിലുണ്ട്. അതായത് സിനിമാ ചിത്രീകരണം നടക്കുന്ന സ്ഥലങ്ങളിലും അതുപോലെ തന്നെ കാരവൻ്റെ അകത്തും പുറത്തും ഉൾപ്പെടെ CCTV ദൃശ്യങ്ങൾ വെക്കണം CCTV വെക്കണം എന്നുള്ളതുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മൊഴികളും സാക്ഷികളും എല്ലാം അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കണം പോലീസ് ഇത്തരത്തിലുള്ള റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. കാരണം ഒരു സാക്ഷികളോ മൊഴികളോ ഒരു അനുകൂല സാഹചര്യം ഇല്ലാതെ എന്തായാലും ഇത്തരത്തിലുള്ള നീക്കത്തിലേക്ക് SIT കടക്കുകയില്ല. ഇത്തരത്തിലൊരു ദ്രുതഗതിയിലാണ് ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായത്. കഴിഞ്ഞ ഒരു 3 ദിവസം മുൻപ് ഈ പരാതി ലഭിക്കുന്നു, കൃത്യമായി ട്രാക്ക് ചെയ്യുന്നു, ഇന്നലെ ഉടനടി ഒരു അറസ്റ്റിലോട്ട് രേഖപ്പെടുത്തുന്നു. അപ്പോൾ കഴിഞ്ഞ 2 കേസിലും ലഭിച്ച ഇളവ് രഞ്ജിത്തിന് ഈ കേസിൽ ലഭിക്കുന്നില്ല എന്നത് തന്നെ ഇതിൽ കൃത്യമായ തെളിവുകൾ ഉള്ളതിൻ്റെ കാരണം കൊണ്ടാണെന്നാണ് തോന്നുന്നത്. ജിൽസി.